അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ 15-ാം തീയതി കണ്ണൂർ ചൊവ്വ ശിവക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തോളുന്നു. എല്ലാവരും അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. നേരത്തെ ഒരു എണ്ണം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്, ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ പ്രോഗ്രാമിൽ ലൈവായിട്ട് ഡയറക്റ്റ് എത്തിച്ചേർന്ന് ആ പ്രോഗ്രാം വിജയിപ്പിക്കണം. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ ലിസ്റ്റിലിട്ടിട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ മാറട്ടെ. ഈ യജ്ഞം അവർക്കും കൂടെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തോളുന്നു. ദൈവയുടെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പൊ നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. ഇന്നത്തെ നാമം എന്ന് പറയുന്നത് നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത. നവചമ്പക പുഷ്പം ഏറ്റവും ഫ്രഷായിട്ട് നിൽക്കുന്ന, പിരിഞ്ഞിട്ടുള്ള ചമ്പകപ്പൂവിന്റെ സുഗന്ധം, അതിന്റെ ഭംഗി, സുഗന്ധവും ഭംഗിയും ഒരുപോലുള്ള പുഷ്പമാണ് ചമ്പകപ്പൂ. പുഷ്പങ്ങളെല്ലാം അങ്ങനെയാണെങ്കിലും ഇത് നല്ല ഭംഗി കൂടുതലാണ്. അപ്പൊ അങ്ങനെ അതിന് നല്ല സുഗന്ധവുമുണ്ട്, ഭംഗിയുമുണ്ട്. അപ്പൊ അങ്ങനെ വിരിഞ്ഞിട്ടുള്ള നവചമ്പക പുഷ്പത്തിന്റെ ആ ഒരു പ്രകാശം, അല്ലെങ്കിൽ അതിന്റെ ഒരു ശോഭ, അതിന്റെ ഒരു ഇമ്പാക്റ്റ്, അതാണ് ആഭ എന്ന് ഉദ്ദേശിക്കുന്നത്. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത. നാസാദണ്ഡം എന്ന് പറയുന്നത് മൂക്കിനെയാണ് പറയുന്നത്, ദേവിയുടെ. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ത്രിപുര സുന്ദരിയായിട്ടുള്ള ദേവിയെ വശിന്യാദി വാഗ്ദേവതകൾ വർണ്ണിക്കുന്നത്. അപ്പോൾ നവചമ്പക പുഷ്പാഭ നാസാദണ്ഡം ദണ്ഡ വിരാജിത. ആ വിരാജിക്കുന്നത്, ശോഭിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നിലനിൽക്കുന്നത്, ആ രീതിയിൽ വിടർന്ന് നിലനിൽക്കുന്നത്, ഇങ്ങനൊക്കെ പറയാം. വിരാജിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അവിടെ നിലകൊള്ളുക, ഉയർന്ന രീതിയിൽ നിലകൊള്ളുക, അതിനാണ് വിരാജിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ ഉയർന്ന ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ, വികസിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ വിരാജിക്കുന്ന ആദിപരാശക്തി, ആ ആദിപരാശക്തിയായ ലളിതാ ത്രിപുര സുന്ദരിയുടെ മൂക്കിനെ വർണ്ണിച്ചിരിക്കുകയാണ് ഋഷി. നമ്മൾ പറഞ്ഞു ഇത് പഞ്ചകോശ കുണ്ടലിനി വ്യാഖ്യാനമാണെന്ന് പറഞ്ഞു. പഞ്ചകോശങ്ങൾ ഇതിൽ എങ്ങനെ വരുന്നു നമുക്ക് നോക്കാം, അല്ലെ? ആദ്യം അന്നമയം ആണ്. അന്നമയത്തില് ദേവിയുടെ രൂപവർണ്ണനയായിട്ട് ആണ് ഇവിടെ പറയുന്നത്. കാരണം രൂപമില്ലാതെ ബ്രെയിന് എനർജി അക്യുമുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈശ്വരൻ പ്രകാശമാണ്, ഇതാണെന്ന് പറഞ്ഞാൽ ബ്രെയിന് മനസ്സിലാവില്ല. ഒരു കൊച്ചു കുട്ടിയുടെ കൂട്ടാണ് നമ്മുടെ ബ്രെയിൻ. ലാംഗ്വേജ് പോലെ ഇമേജസ് ആയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനൊരു ഫിഗർ ഇല്ലാതെ എനർജിയെ കണക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഋഷിമാര് ഒരു മനോഹര രൂപം കൽപ്പിച്ചിട്ട് പോസിറ്റീവായിട്ട് നമ്മുടെ ബ്രെയിൻ ന്യൂറോ കെമിക്കൽസ് മാറണം. പോസിറ്റീവായിട്ടുള്ള ഒരു ഫിഗർ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ല ബ്രെയിൻ കെമിക്കൽസ്, ആർക്കിടൈപ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകൾ വിശദമായി പറഞ്ഞു. നല്ല ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാകുന്ന 5 സെൻസി എന്നുള്ള ഡേറ്റ വെച്ചിട്ടുള്ള പോസിറ്റീവ് ഫ്രീക്വൻസി ട്യൂൺ ചെയ്യാൻ പറ്റുന്ന മെമ്മറിയിലെ, ഓർമ്മയിലെ പ്രോഗ്രാംസിനെയാണ് ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അതിൽ നെഗറ്റീവ് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നെഗറ്റീവ് ആർക്കിടൈപ്പ് ആക്റ്റീവ് ആകുമ്പോൾ എനർജി വന്നിട്ടെന്ന് പറഞ്ഞു, പ്രാണൻ. അപ്പൊ ഈ പ്രാണൻ എന്ന് പറയുന്ന ബേസിക് എനർജി വന്നിട്ട് പോസിറ്റീവ് ആർക്കിടൈപ്സിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ പോസിറ്റീവ് ഫിഗറുകളെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ദേവിയെ ലോകത്ത് സുന്ദരമായത് എന്തുണ്ടോ അതിനെ എല്ലാം ദേവിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്
ആ പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽ ഫ്രീക്വൻസി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ആ ദേവിയുടെ ചൈതന്യം നമ്മളിലേക്ക്, ആ വൈബ്രേഷണൽ ഫീൽഡ് നമ്മളിലേക്ക് വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. അതിനുള്ള പാത ഒരുക്കുകയാണ് ശരിക്കും ഋഷി ഇവിടെ ചെയ്യുന്നത് അന്നമയത്തിലെ ഈ രൂപവർണ്ണയിലൂടെ. അപ്പം നമുക്ക് എളുപ്പം ചെമ്പകപ്പൂവ് എന്ന് പറയുന്നത് അത് പല ടൈപ്പ് ചെമ്പകങ്ങളുണ്ട്. അപ്പം അത് 9 ടൈപ്പ് ചെമ്പകങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നുണ്ട്. നവചമ്പകം അങ്ങനെയും അർത്ഥം പറയുന്നുണ്ട്. അപ്പം പൊൻചമ്പകം, വെള്ളച്ചമ്പകം, നീലച്ചമ്പകം, ഈഴച്ചമ്പകം, നാഗചമ്പകം, കാട്ടുചമ്പകം, മണിച്ചമ്പകം, ചുവപ്പ് ചമ്പകം, ഇളം മഞ്ഞ നിറത്തിലുള്ള ചമ്പകം, ഇത്രയും ചമ്പകങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചമ്പകങ്ങൾ, നവചമ്പകങ്ങൾ എന്ന് പറയുന്നത്. അതാണെന്നും വാദിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നത് ഇതിന്റെ എല്ലാം കൂടെ അരച്ച് കലക്കിയ സുഗന്ധം ഭംഗിയും ചേർന്നതാണ് ദേവിയുടെ പുഷ്പം, മൂക്ക് എന്നുള്ളതാണ് അവിടെ ഋഷി വർണ്ണിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലെ ആനന്ദമയ കോശത്തെ ഉണർത്താൻ പറ്റുന്ന 5 ഇന്ദ്രിയങ്ങളിലൂടെയുള്ള സ്റ്റിമുലേഷൻസിനെയാണ് ഇവിടെ ഋഷി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളോട് ഉപമിക്കുമ്പോൾ മീനുകളോടും ചന്ദ്രനോടും ഒക്കെ ഋഷി ഉപമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും സൗന്ദര്യമുള്ളതും ഭംഗിയുള്ളതുമായ എല്ലാത്തിനെയും ത്രിപുരസുന്ദരിയായിട്ട് കണക്ട് ചെയ്യുകയാണ്. നമ്മുടെ ഉള്ളിൽ ആ ദേവിയുടെ കണക്ഷൻ നമ്മളിലേക്ക് പ്രാണമയ കോശത്തിൽ വരാൻ വേണ്ടി മനസ്സിലുള്ള ആർക്കിടൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രൂപം സൃഷ്ടിക്കുകയാണ്, ഒരു വിഗ്രഹം. വിശേഷേണ ഗ്രാഹ്യതേതി വിഗ്രഹ, വിശേഷിച്ച് ഗ്രഹിക്കാനുള്ളതാണ് വിഗ്രഹം തന്ത്രശാസ്ത്രത്തിൽ. അങ്ങനെ വിശേഷിച്ച് ചെമ്പകപ്പൂ കണ്ടിട്ടുണ്ട്, ആ ചന്ദ്രനെ കണ്ടിട്ടുണ്ട്, അത് ഇതും എല്ലാം കൂടെ ചേർത്ത് വിശേഷിച്ച് ഗ്രഹിക്കാനുള്ള ഒരു വിഗ്രഹം ഋഷി ഇവിടെ സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ നമ്മുടെ ഉള്ളില്. അപ്പൊ നവചമ്പവ പുഷ്പാഭ നാസാദണ്ഡ വിരാജിത എന്ന് പറയുമ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം മൂക്ക് എന്ന് പറയുന്ന സാധനത്തിനാണ് ഏറ്റവും പ്രാധാന്യം തന്ത്രശാസ്ത്രത്തിൽ. അതെങ്ങനെയെന്ന് ആലോചിക്കും. മൂക്കിലൂടെയാണ് എല്ലാ പരിപാടിയും നടക്കുന്നത്. കാരണം പ്രാണൻ മൂക്കിലൂടെയാണ് പ്രധാനമായിട്ടും കയറുന്നത്. 5 ഇന്ദ്രിയങ്ങളിലൂടെ കയറുന്നുണ്ടെങ്കിലും ബ്രീത്തിങ് എപ്പോഴും പ്രസന്റിലായിരിക്കും മരിക്കുന്നവരെ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസന്റിൽ വരാൻ എളുപ്പം നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ചാണ്. ബുദ്ധന് ബോധോദയം കിട്ടിയ മെഡിറ്റേഷൻസ് എല്ലാം, അതായത് മെഡിറ്റേഷൻ, വിപസന മെഡിറ്റേഷൻ, അത് ചുമ്മാ ശ്വാസം ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ള അതിന് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ബ്രീത്തിൽ ചുമ്മാ ശ്രദ്ധിച്ചിരുന്നാൽ മതി, ചിന്തകൾ സ്റ്റോപ്പ് ആവും, കട്ടാവുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ ബ്രീത്തിങ്ങിനെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരുപാട് മെഡിറ്റേഷൻസ് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനം മന്ത്രം ജപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മന്ത്രത്തിന്റെ അക്ഷരങ്ങളുടെ സ്ഥാനങ്ങളുടെ സ്പന്ദനത്തിലൂടെ ബ്രീത്തിങ് പാറ്റേണിൽ ചേഞ്ച് ഉണ്ടാക്കിയാണ് ഒരു മന്ത്രം ചെയ്യുന്നത്. അതിലൂടെ പ്രാണന്റെ ഗതിവിഗതികളിൽ മാറ്റം ഉണ്ടായി നമ്മളിൽ പ്രാണചക്രങ്ങൾ, ദേവതകളുടെ ചക്രങ്ങൾ, വൈബ്രേഷണൽ ഫീൽഡുകൾ ഡിഫറൻ്റ് ആയിട്ട് സൃഷ്ടിക്കുകയാണ് ബ്രീത്തിങ് പാറ്റേൺ മാറ്റുന്നതിലൂടെ ഒരു മന്ത്രം ചെയ്യുന്നത്. ശ്വാസമല്ല പ്രാണൻ. ശ്വാസത്തിലൂടെ പ്രാണനെ നിയന്ത്രിക്കാൻ പറ്റും. ശബ്ദമുണ്ടാക്കുമ്പോൾ ശ്വാസത്തിൽ ഗതിവിഗതികൾ, അക്ഷരങ്ങൾ, വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ, അതാണ് ബീജമന്ത്രങ്ങൾക്ക് പ്രത്യേകത. ബീജമന്ത്രങ്ങൾ ഉരുക്കഴിക്കുമ്പോൾ മറ്റു മന്ത്രങ്ങളുടെ കൂട്ടല്ല, കുണ്ടലിന് വേഗത്തിൽ ഉണരുമെന്നുള്ളത് കൊണ്ടാണ് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്ത് ചെയ്യണം എന്നൊക്കെ ആചാര്യന്മാർ പറയുന്നത്. ബീജമന്ത്രങ്ങൾ ജപിക്കുമ്പോൾ സ്തോത്രങ്ങൾ ജപിക്കാം എല്ലാവർക്കും എന്ന് പറഞ്ഞു. ലളിതാസഹസ്രനാമം എല്ലാവർക്കും ജപിക്കാം, ബീജമന്ത്രങ്ങൾ ജപിക്കും ശ്രദ്ധിക്കാന്ന് പറയാൻ കാരണം. അപ്പം ഈ പ്രാണന ഗതികൾ, പ്രാണമയ കോശത്തിലാണ് ഇതിന്റെ കളിയിരിക്കുന്നത്. അപ്പൊ അതിന് ഏറ്റവും പ്രധാനമായിട്ടും നമ്മളുടെ ഇപ്പൊ നമ്മൾ അന്നമയം പറഞ്ഞു. അപ്പൊ അതിലൂടെ മനോമയത്തിലുള്ള ഇമോഷൻസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെ? നമ്മളുടെ മെമ്മറിയിലുള്ള ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ ഒരു ഇമേജിന് ഭയങ്കരമായിട്ട് സാധിക്കും. ഒരു ആക്സിഡന്റിന്റെ ഇമേജ് നമ്മുടെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി ഡൗൺ ആയി. 10 വർഷം മുമ്പ് നടന്നായാലും ആ ഓർമ്മയെല്ലാം വന്ന് ബ്രെയിൻ കെമിക്കൽസ് എല്ലാം വികലമാവുന്നു, നെഗറ്റീവ് ആകുന്നു. അഡ്രിനാലിൻ, കോർട്ടിസോൾ, ഭയം, വിഷമം ഒക്കെ വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ആർക്കിടൈപ്പുകൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാലും ഫ്രീക്വൻസി മാറും മനോമയ കോശത്തിൽ. അപ്പൊ അന്നമയ കോശത്തിലെ നമുക്കറിയാവുന്ന രൂപം വർണ്ണനയിലൂടെ നമ്മുടെ മനോമയ കോശത്തിലെ ഋഷി നമ്മുടെ ഫ്രീക്വൻസിയെ ഷിഫ്റ്റ് ചെയ്യുകയാണ്. സൗന്ദര്യമുള്ള കാര്യങ്ങളോട് ഉപമിച്ചുകൊണ്ട് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ട് മനോമയ കോശത്തിലും ഫ്രീക്വൻസി മാറ്റുന്നു. അതിനുശേഷം ഇത് പ്രാണമയ കോശത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? പ്രാണമയ കോശത്തിൽ ഞാൻ പറഞ്ഞു, ബ്രീത്തിലൂടെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ആകുമ്പോൾ പ്രാണനും ഷിഫ്റ്റ് ആവും. പോസിറ്റീവായിട്ട് പ്രാണൻ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. സുഗന്ധപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ അഷ്ടഗന്ധം
ഉപയോഗിക്കുന്ന എന്തിനാണ്? നമ്മുടെ ഈ ഫ്രീക്വൻസി മാറ്റാൻ വേണ്ടിയിട്ടാണ് തന്ത്രശാസ്ത്രത്തിൽ. അഷ്ടഗന്ധങ്ങൾ ഏതൊക്കെയാണെന്നറിയൂ? അകില്, കൊട്ടം, മാഞ്ചി, ചന്ദനം, ഗുൽഗുലു, കുന്തിരിക്കം, ഇരുവേലി, രാമച്ചം. ഇത്രയും കാര്യങ്ങളാണ്, ചന്ദനം ഉൾപ്പെടെയുള്ള ഇത്രയും കാര്യങ്ങളാണ്, സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തിട്ടാണ് പണ്ട് കാലത്ത് അഷ്ടഗന്ധം ഉണ്ടാക്കുന്നത്. ഇന്നിങ്ങനെ അഷ്ടഗന്ധം ഇതേ രീതിയിൽ ഉണ്ടാക്കുന്ന ആളുകൾ അപൂർവമാണ്. ഇന്ന് നമ്മൾ കെമിക്കലൈസ്ഡ് ആയിട്ടുള്ള എസെൻഷ്യൽ കെമിക്കൽസ് അടിച്ചിട്ട് ഈ മണം ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ചന്ദനത്തിൽ കിട്ടുന്നു, അല്ലെങ്കിൽ അഷ്ടഗന്ധം എന്ന് പറഞ്ഞ് കിട്ടുന്നു, ഉപയോഗിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. പക്ഷെ മറ്റേതിന് പ്രത്യേകം ഹെൽത്ത് ഭയങ്കരമായിട്ട് തരാൻ പറ്റും. അപ്പൊ ഈ ചമ്പകപ്പൂവിന്റെ കാര്യം പറഞ്ഞു, അതിന് ഒരുപാട് ആയുർവേദത്തിലെ ഒരു വലിയ ഒരു മെഡിസിൻ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ മെഡിസിൻസ് ഒരുപാട് എണ്ണം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ചമ്പകപ്പൂവിൽ നിന്നാണ്. രക്തദൂഷ്യത്തിന് വേണ്ടിയിട്ടുള്ള നല്ല മരുന്നാണ്. അതുപോലെ തന്നെ മൂത്രതടസ്സം, വാദം, പിത്തം കൂടെ ചേർന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ചെമ്പകപ്പൂവിന്റെ എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ഭയങ്കര ഗുണം. അരോമാ തെറാപ്പി എന്ന് പറഞ്ഞ് ഇപ്പം ആയുഷൊക്കെ സപ്പോർട്ട് ചെയ്ത് ലോകത്ത് തന്നെ ഇത് പുഷ്പങ്ങളിൽ നിൽക്കുന്ന എസെൻഷ്യൽ ഓയിലും അതിന്റെ സുഗന്ധങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് ആയുർവേദത്തിൽ ഈ പുഷ്പം. അപ്പൊ അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള പുഷ്പം കൂടെയാണ്. അത് കാരണം എന്താ? പ്രാണനെ പോസിറ്റീവായിട്ട് ചേഞ്ച് ആക്കുന്നു, ഫ്രീക്വൻസി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ മാറ്റം ഉണ്ടാക്കുന്നു. അഡ്രിനാലിൻ കോർട്ടിസോളും ഉള്ള ആളിന് നല്ലൊരു സുഗന്ധം കിട്ടുമ്പോഴത്തേക്കും ഡോപ്പോമിൻ, സെറോട്ടോണിൻ ഒക്കെ ബ്രെയിനിൽ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ ആളുടെ മൂഡ് മാറും. അപ്പൊ അതിന് നല്ല കാഴ്ചയും കൂടെ ഭംഗിയും കൂടെ ഉണ്ടെങ്കിലോ, നേരെ മറിച്ച് ഒരു മലത്തിന്റെ നാറ്റം ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ആളുടെ ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് ഡൗൺ ആവും. അപ്പൊ ആ ബ്രീത്തിന് ഭയങ്കര ശുദ്ധവായു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ ശുദ്ധവായു ഇന്ന് കിട്ടാനില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ ഹെൽത്തിന് ഏറ്റവും പ്രധാനമാണ്. അപ്പൊ ആ ബ്രീത്തിങ് പാറ്റേൺ, നമ്മുടെ ബ്രീത്തിങ് സ്പീഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പതറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആവും. എന്നിട്ട് ഹാർട്ട് ബീറ്റ്സ് കൂടും. അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, അഡ്രിനാലിൻ ഭയങ്കരമായിട്ട് കൂടും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, അസുഖങ്ങൾ ഉണ്ടാവും. പാരാസിമ്പതറ്റിക് ആക്റ്റീവ് ആക്കിക്കൊണ്ട് ഇതിനെ ഡൗൺ ചെയ്യേക്കാൻ സുഗന്ധങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. ശാന്തമായിരിക്കാൻ. അപ്പൊ ആ ഹാർട്ട് ബീറ്റ്സ് കൂടി, ബ്രീത്തിങ് പാറ്റേൺ കൂടി, സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ക്യാൻസർ വരെ വരുന്നു. അതെങ്ങനെ വരുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ലീപ്പിംഗ് ക്യാൻസേഴ്സിന്റെ ഫുഡാണ് ഈ ഗ്ലൂക്കോസ് അടിച്ച് ഇങ്ങനെ സ്ട്രെസ് അടിച്ചുണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അപ്പം ശരിക്കും ഈ സുഗന്ധത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞാലും തീരത്തില്ല. കാരണം പ്രധാനമായിട്ട് ഒരാളെ ഉയർന്ന ലെവലിലേക്ക്, അപ്പൊ ശാന്തമായി ബ്രീത്ത് എടുക്കണം. പ്രാണായാമത്തിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. സ്ലോ ബ്രീത്തിങ്ങിലേക്ക് ഒരാൾ എപ്പോഴും എത്താൻ സാധിക്കുകയാണെങ്കിൽ, നോർമൽ സിമ്പിൾ ശാന്തമായിട്ടുള്ള ബ്രീത്തിങ്ങിൽ ഇരിക്കുന്ന ഒരാളുടെ പാരാസിമ്പതറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആവും, അയാൾ റിലാക്സ് ആവും ഭയങ്കരമായിട്ട്. അൺനോൺ സ്ട്രെസ്സിലൂടെ ആളുകളുടെ ബ്രീത്തിങ് പാറ്റേൺ മാറിക്കൊണ്ടേയിരിക്കുന്നു, ശ്വസന പ്രക്രിയ. അപ്പൊ ഫാസ്റ്റ് ശ്വസനത്തിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോ ഒരു നല്ല സുഗന്ധമുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് മാറ്റിക്കുന്നത്? അങ്ങനെ പറയും. നേരെ മറിച്ച് വളരെ സുഗന്ധം ഉള്ളപ്പോ നമ്മളെങ്ങനെ, അല്ലേ? അപ്പം നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺ സ്പീഡപ്പ് ആവുന്നു, വ്യത്യാസങ്ങൾ വരുന്നു. എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി. സ്ട്രെസ് വരുന്നു, ഹാർട്ട് ബീറ്റ്സ് കൂടുന്നു, അല്ലേ? ഇവിടെ നിൽക്കാൻ വയ്യ. അപ്പം എക്സ്റ്റേണൽ സ്റ്റിമുലേഷന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ മൂഡ് മാറ്റുന്നില്ല. മൂഡ് ഡിസോർഡറിനൊക്കെ ട്രീറ്റ്മെന്റ് ഈ അരോമ തെറാപ്പി കൂടി ഇപ്പൊ ചെയ്യുന്നുണ്ട്. നമ്മളൊരു നല്ല ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ നല്ല സുഗന്ധമുണ്ടെങ്കിൽ അവിടെ 5 സെൻസിൽ കൂടെ അവർ നമ്മളെ പോസിറ്റീവ് ആക്കും. നല്ല പാട്ട്, കാഴ്ച, കേൾവി ഇതൊക്കെ വെച്ചിട്ട് നല്ല ഇരിക്കാനുള്ള നല്ല കുഷ്യനും. അപ്പൊ നമ്മുടെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ആവും, പോസിറ്റീവ് ആവും. അതിനാണ് അത്രയും പൈസ കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രീക്വൻസി ഷിഫ്റ്റ് ആണ് ഒരാളുടെ മൂഡ് മാറുന്നത്. മൂഡ് മാറുന്നതനുസരിച്ചിട്ടാണ് അയാളുടെ ഈ മെമ്മറി ആക്റ്റീവ് ആവുന്നത്. നെഗറ്റീവായിട്ടുള്ള ഓർമ്മകളെല്ലാം വരാൻ തുടങ്ങും മൂഡ് മാറുമ്പോൾ. ഒരു ദുർഗന്ധം വന്നാൽ മതി.
അപ്പൊ എന്താ കാരണം എന്നറിയത്തില്ല, നമ്മളെപ്പോഴും സ്ട്രെസ്ഫുൾ ആയിരിക്കും. അൺനോൺ സ്ട്രെസ്സാണ് എല്ലാവരെയും രോഗിയാക്കുന്നത്. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി, വലിയ രോഗി. അൺനോൺ സ്ട്രെസ് കാരണം എന്താണെന്ന് അറിയത്തില്ല, എപ്പോഴും സ്ട്രെസ്സാണ് അല്ലെ. അപ്പൊ ആ മൂഡ്, സ്ത്രീകൾക്കൊക്കെ മൂഡ് മാറി മാറി വരും അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ അനുസരിച്ചിട്ട്. ഓവുലേഷൻ പീരീഡ് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്നലെ വരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഭർത്താവിന്റെ കൂർക്കമ്പലി ബുദ്ധിമുട്ടില്ലാത്തത് ഈ മൂഡ് തെറ്റി ഈ പീരീഡ് ടൈമിന്റെ ഇതിന്റെ അനുസരിച്ചിട്ട്, എന്താ മനുഷ്യ കൂർക്കമ്പലി നിർത്തിക്കൂടെ, ഓ ശല്യം. ആണുങ്ങൾക്ക് അങ്ങനെ അത്രയും പ്രശ്നമില്ല, കാരണം അവർക്ക് ഒരേ രീതിയിലാണ് അവർ 24 അല്ലെങ്കിൽ മണിക്കൂർ ഒരേ കൂട്ടൊക്കെയാണ് പോകുന്നത് ഏകദേശം. മൂഡ് ഈ ഹോർമോണൽ ചേഞ്ച് കൊണ്ടുള്ള വ്യത്യാസങ്ങൾ അത്രയും ബാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സമാധാനമായിട്ടിരിക്കും. ഇതിന്റെ ഈ പീരീഡിന്റെ വിഷയമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. കുറ്റം പറയുന്നതല്ല കേട്ടോ. അപ്പം ഇത് സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിനൊക്കെ ഈ മൂഡ് ചേഞ്ചസ് ആണ് നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ മൂഡ് ചേഞ്ചസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോസിറ്റീവായിട്ട് അത് വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സുഗന്ധദ്രവ്യങ്ങൾ, ഈ സെന്റ്, ഇതൊക്കെ ഏറ്റവും കൂടുതലും ഗവേഷണം നടത്തി ഏറ്റവും നല്ല മണങ്ങൾ ഉണ്ടാക്കാൻ മത്സരിക്കുന്ന കാലഘട്ടമാണ്. കാരണം ഇത് എന്തുകൊണ്ടാണ് ആ ഒരു മണം കൊണ്ട് തന്നെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യാൻ, ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള. കടക്കാരൊക്കെ എഫക്റ്റീവായിട്ട് വിനിയോഗിക്കുന്നു. തുണിക്കടയിൽ വരെ അവര് നല്ല മണം അടിച്ചു വെക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചില തുണിയൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഒരെണ്ണം എടുത്തോണ്ട് വരും. അവിടുത്തെ അറ്റ്മോസ്ഫിയർ എല്ലാം കൂടെ നമ്മളെ അതുപോലെ അട്രാക്ട് ചെയ്യും. അപ്പം ഈ പറഞ്ഞ പണ്ട് മുതൽ ഇതിന്റെ ഈ സുഗന്ധത്തിന്റെ ഇമ്പോർട്ടൻസ്, ഈ ഈജിപ്ഷ്യൻ മമ്മികളൊക്കെ ഇത്രയും കേടുകൂടാതിരിക്കുന്നതിന്റെ പിന്നിൽ അവർ ഒരുപാട് സുഗന്ധ ലേപനങ്ങൾ അതിൽ പുരട്ടുന്നതായിരുന്നു, അത്ഭുതകരമായിട്ടുള്ളത്. അപ്പൊ ഹെൽത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ശുദ്ധമായ പോസിറ്റീവ് പ്രാണനെ ഏറ്റവും കൂടുതൽ കിട്ടാൻ സഹായകമായിട്ടുള്ള സംഗതിയാണ് ഈ സുഗന്ധം എന്ന് പറയുന്നത്. മിക്ക ആളുകൾ ഇതിന് അവസാനത്തെ പ്രാധാന്യം കൊടുക്കുന്നു. നമ്മുടെ വീട്ടിൽ ആദ്യം നമ്മൾ മുഷിഞ്ഞ തുണിയൊക്കെ എടുത്ത് കളഞ്ഞ എല്ലാം നല്ല വീട്ടിലോട്ട് വരുമ്പോൾ സുഗന്ധം ഉണ്ടായിരിക്കണം. ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെക്കണം. എന്തെങ്കിലും റൂം ഫ്രഷറൊക്കെ ഉണ്ടെങ്കിൽ അടിക്കണം. ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെക്കണം. ചില വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാലേ പാട്ടിയുടെയും ഇതിന്റെയും ഒക്കെ നമുക്ക് കയറാൻ പറ്റിയല്ല, ഇറങ്ങി ഓടിയാൽ മതി. അവർക്ക് ശീലമായി, അവർക്ക് കുഴപ്പമില്ല. അത് മണത്തിന് അങ്ങനെ. ഇപ്പൊ കാറിനകത്തായാലും അങ്ങനെ, നമ്മളൊരു പെർഫ്യൂം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ഒരു മണം ഇല്ലെന്ന് തോന്നും. പക്ഷെ വേറെ ആൾക്കാർ കയറി കഴിയുമ്പോൾ നല്ല മണം കേട്ടോ. നമുക്ക് ഒരു മണം ഫീൽ ചെയ്യത്തില്ല. കാരണം എന്താ, അതുകൊണ്ട് യൂസ്ഡ് ആയി. ഇങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഇത് മാറ്റുമൊക്കെ ചെയ്യണം. അപ്പൊ ഈ നമ്മുടെ വീട്ടിൽ നല്ല സുഗന്ധം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ കയറി ഇരിക്കാൻ തോന്നും. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ബ്രീത്തിങ് പാറ്റേൺ ഇല്ലാതെ ഒരാൾക്ക് ജീവിതത്തിലെ, ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും വിജയിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെമ്പകപ്പൂവിനോട് ദേവിയുടെ മൂക്കിന് ഉപയോഗിച്ചതിന് വളരെ ആഴമുണ്ട് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. കാരണം പ്രാണമയ കോശത്തിൽ നമ്മുടെ ഫ്രീക്വൻസിയെ ഉണർത്താൻ, ഫ്രീക്വൻസിയെ ചേഞ്ച് ചെയ്യാൻ ഇത് പറ്റും. ചമ്പക പുഷ്പത്തോടുള്ള ഉപമിക്കാൻ കാരണം എന്താണെന്നറിയോ? പ്രായോഗിക അനുഭവ തലത്തിലും ദേവിയുടെ സാന്നിധ്യമുള്ള വീടുകളിൽ ചില സമയത്ത് ചെമ്പക പുഷ്പത്തിന്റെ മണം വരും. അതെന്ത് നല്ലൊരു മണം, ചെമ്പകപ്പൂവിന്റെ കൂട്ട മണം. എന്താണ് ചില സമയത്ത് ചില വീടുകളിൽ ഭയങ്കരമായിട്ട് ദേവിയെ ഭജിക്കും. അമ്പലത്തിൽ കാണത്തില്ല, ചിലപ്പോൾ അമ്പലത്തിൽ 4 നേരം പൂജിക്കുന്ന അമ്പലത്തിൽ കാണത്തില്ല. ചില വീടുകളിൽ ഇതിങ്ങനെ ചില സംഭവം മാത്രമല്ല, വേറെ 1-2 കൊളുന്തിന്റെ മണം ചിലപ്പം വരും. അല്ല, ചില പൂക്കളുടെ മണം വരും. നമുക്ക് ഭയങ്കര ഫീൽ ഉണ്ടാക്കുന്നു. നമുക്ക് കരച്ചിൽ വരും, നമുക്ക് വല്ലാണ്ടാവും. ചില സമയത്ത് നമ്മളെ വീട്ടിൽ ചില സമയത്ത് കാരണമില്ലാതെ ഇത് വരും. അത് ദേവിയുടെ എന്തെങ്കിലും കണക്ഷനിൽ വരുമ്പോഴാണ് ഇത് വരുന്നത്. ചിലപ്പോൾ നമുക്ക് മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ, ചിലപ്പോൾ മറ്റുള്ളവർക്കും ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ചെമ്പകവല്ലി എന്ന ദേവിക്ക് പേരുണ്ട്. തമിഴ്നാട്ടിൽ ചെമ്പകവല്ലി എന്ന് പറഞ്ഞ ദേവിയെ ആരാധിക്കുന്നുണ്ട്. പൂപ്പടയിൽ അങ്ങനെയുള്ള ചെമ്പകവല്ലി അമ്മാളേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുകളെല്ലാം ഉണ്ട്. ഭയങ്കര രസമാണ്. മഞ്ഞനീരാട്ട് എന്നൊക്കെ പറഞ്ഞ പരിപാടി ഇല്ലേ, അല്ലേ? തലേ കുടമൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ നാട്ടിൽ, അല്ലേ? നമ്മളൊക്കെ നാട്ടിൽ ഇങ്ങനെ ചില അമ്പലങ്ങളുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാരായിട്ടുള്ള ആളുകളുടെ അമ്പലങ്ങളിൽ ഉണ്ടാവും. നല്ല രസമാണ്, ഭയങ്കര രസമാണ്. നമ്മളാ പൂപ്പട
ഈ മഞ്ഞ മഞ്ഞ മഞ്ഞൾ ഇങ്ങനെ തിളച്ചു മറിയുന്ന മഞ്ഞൾ ദേഹത്തോടൊക്കെ എടുത്ത് ഇങ്ങനെ വാരി ഒഴിച്ച് ചുറ്റൊന്നുമില്ല, കനലെ കൂടെ നടക്കുകയൊക്കെ ചെയ്യും ഈ കുടമൊക്കെ തല വെച്ചിട്ട്. ഭയങ്കര പരിപാടികളാണ്. അപ്പോ ചമ്പകവല്ലി അമ്മാളാണ് അവിടെ പ്രധാനം. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ആ അമ്മയുടെ ഈ മണം ചെമ്പകപ്പൂവിന്റെ വാസനയാണ് അത്. അപ്പൊ ഋഷി ചുമ്മാ പറഞ്ഞേക്കല്ല, നമുക്കിതൊന്നും അറിയാതാണ് നമുക്ക് ഈ മണം പണ്ട് കിട്ടിയിട്ടുള്ളത് പലത്തും. പിന്നീടാണ് മനസ്സിലാവുന്നത്, ഓ ഇതാണ് ചമ്പകം. അപ്പൊ എത്ര ഡെപ്തിലാണ് ഋഷി ആ പ്രാക്ടിക്കലായിട്ടും തിയററ്റിക്കലായിട്ടും സയന്റിഫിക് ആയിട്ടും സൈക്കോളജിക്കലായിട്ടും പ്രാണമയ പഞ്ചകോശങ്ങളിൽ വളരെ ആഴത്തിലാണ് ഒരു നാമം ലളിതാശ്രാമത്തിൽ ഋഷി വെച്ചിരിക്കുന്നത്. അനാവശ്യമായി ഒരു വാക്ക്, ഒരു അക്ഷരം പോലും കൊടുത്തിട്ടില്ല. അത്ര ഡെപ്തിലാണ് പ്രാണനെ ഷിഫ്റ്റ് ചെയ്യിച്ച് ദേവിയായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യിക്കാൻ ചമ്പകപ്പൂവ് പറ്റും. പണ്ട് ശ്രീചക്ര പൂജ കഴിഞ്ഞിട്ട് പണ്ടത്തെ കക്കാട് തിരുമി നമ്പൂരിയൊക്കെ സതീശൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ള സതീശൻ നമ്പൂരി അദ്ദേഹം ഒരു എഴുന്തോലിൽ മഠം സതീശൻ ഭട്ടതിരി, അദ്ദേഹം ഒരു വലിയ ശ്രീവിദ്യ ഉപാസകനാണ്. അദ്ദേഹം നമ്മുടെ നിസ്സാചാര പരമ്പരത്തിനുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരു കക്കാട് തിരുമേനിയൊക്കെ ശ്രീചക്ര പൂജ, നവാവരണ പൂജ കഴിഞ്ഞിട്ട് ഈ പൂക്കള് നിറഞ്ഞിരിക്കുന്നിടത്ത് ആ ശ്രീചക്രം എല്ലാം ഉദ്ദേശിച്ചെല്ലാം മാറ്റിയിട്ട്, ആ ശ്രീചക്രം മാറ്റത്തില്ല, പിറ്റേന്ന് മാറ്റുള്ളൂ, ആ ശ്രീചക്രത്തിന്റെ മേലിൽ കിടന്നാണ് ഉറങ്ങുക അത്രേ രാത്രിയിൽ. ആ മണവും ഈ ചെമ്പക പൂക്കളുടെ മണവും ഒക്കെ അവിടെ ഉണ്ടാവും. ആ ദേവിയുടെ സാന്നിധ്യത്തിൽ കിടന്ന് ഉറങ്ങും. അങ്ങനെ സമർപ്പിച്ച് പോകാൻ പറ്റുന്ന ഭയങ്കര സുഖമുള്ള ഒരു പരിപാടി. ആനന്ദമയ കോശം സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഇത്രയും പറ്റുന്ന സംവിധാനം വരില്ല. നമ്മളുടെ ആനന്ദമയ കോശത്തെ ഉണർത്താൻ പൂക്കൾക്ക് പറ്റുന്ന പൂക്കൾക്ക് അത്രയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സുഗന്ധത്തിന് ആനന്ദമയ കോശമാണോ ഞാൻ ആദ്യമേ പറഞ്ഞു. ത്രിപുര സുന്ദരി എന്ന് പറഞ്ഞ എന്താ? എന്റെ ഉള്ളിൽ സൗന്ദര്യമുള്ളതായിട്ട് തോന്നുന്നതെല്ലാം എനിക്ക് എൻ്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടാക്കുന്ന എല്ലാം എനിക്ക് സുന്ദരമായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞില്ലേ. ഒരാൾക്ക് സുന്ദരമായിട്ട് തോന്നുന്ന സ്ത്രീ വേറൊരാൾക്ക് സുന്ദരമായിട്ട് തോന്നിക്കില്ല. കാരണം എന്താ? അയാളുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാക്കുന്നില്ല, അത്രേ ഉള്ളൂ. അയ്യോ, ഇതാണോ നീ പറഞ്ഞത് ഭയങ്കര സുന്ദരി എന്ന് പറഞ്ഞു, അല്ലെ സുന്ദരൻ എന്ന് പറഞ്ഞിട്ട്? ഇവനെയാണോ പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പം സൗന്ദര്യം ഉള്ളിൽ നോക്കുന്നവന്റെ കണ്ണിലാന്ന് പറഞ്ഞത് അതാണ്. എന്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടാക്കുന്ന എനിക്ക് സുന്ദരമായിട്ട് തോന്നുന്നു. അപ്പൊ ആനന്ദമയ കോശമാണ് ആദിപരാശക്തി മഹാത്രിപുര സുന്ദരി എന്ന് പറയുന്നത്. അപ്പൊ ആ ആനന്ദത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ മൂക്കിന്, ശ്വാസത്തിന് പറ്റുന്ന അത്രയും മറ്റുള്ള ഇന്ദ്രിയങ്ങൾക്ക് പറ്റുമെന്ന് തന്നെ സംശയമാണ്. അത്രയ്ക്ക് ഫാസ്റ്റും അത്രയ്ക്ക് പ്രധാനപ്പെട്ട രീതിയിലുമാണ് മൂക്കിന് പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആനന്ദമയ കോശത്തിന്റെ ഉണർച്ച എന്ന് പറയുന്നത് ഒരു ബുദ്ധന്റെ സ്നേഹം പോലെയാണ് എന്ന് പറയുന്നു. ഓഷോ പറയുന്നു, ഒരു പുഷ്പം സുഗന്ധം ചെരിയുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, അത് അതിന്റെ ബേസിക് ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു യോഗി അദ്ദേഹത്തിന്റെ ആനന്ദം, സ്നേഹം, അതൊരു കണ്ടീഷൻ ലവ് അല്ല. ഒരു ഗുരു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഉപാസകൻ, ശരിയായ ഉപാസകൻ, ദേവിയുടെ കണക്ഷൻ കിട്ടുന്ന ഉപാസകൻ, അയാളിന് ആനന്ദം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ ആനന്ദം മനസ്സിലാക്കാൻ കഴിവുള്ള പ്രാണമയകോശത്തിൽ ഉണർന്നവർക്ക് വേഗം മനസ്സിലാവും. കൊച്ചു കുട്ടികൾക്കും വേഗം മനസ്സിലാവും. ഇടക്ക് നിൽക്കുന്ന മൈൻഡുള്ളവർക്കാണ് പാട്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവർ പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ആണ്. പ്രസന്റിലേക്ക് വരുന്ന ആളുകൾക്ക് ഈ ബ്രീത്തിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രസന്റിൽ വന്നാൽ ഒരു യോഗിയുടെ ആനന്ദത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെടാൻ സാധിക്കും. അത് ഈശ്വരന്റെ ഫ്രീക്വൻസിയാണ്, ദേവിയുടെ ഫ്രീക്വൻസിയാണ്. അപ്പൊ ആ ആനന്ദമയ കോശത്തിലേക്ക് കണക്ട് ചെയ്യാൻ മൂക്കിന് പറ്റും, പ്രത്യേകിച്ച് പുഷ്പങ്ങൾക്ക് പറ്റും. പ്രാണനെ ദേവിയുടെ ഫ്രീക്വൻസി ആയിട്ട് ട്യൂൺ ചെയ്യിക്കാനും കണക്ട് ചെയ്യാനും ഉള്ളിലെ ആനന്ദവുമായിട്ട് മന്ത്രശാസ്ത്രത്തിലൂടെ, 5 ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്ന തന്ത്രശാസ്ത്രത്തിലൂടെ, ഗന്ധത്തിലൂടെ, അഷ്ടഗന്ധത്തിലൂടെ ഒക്കെ ഈ ആനന്ദമയ കോശത്തെ ഉണർത്താൻ സാധിക്കുന്നത് കൊണ്ട് ദേവിക്ക് നവചമ്പക പുഷ്പാഭ ആസാദണ്ഡ വിരാജിത
എന്ന പേര് പറയുന്നു, എന്ന നാമം ഉദ്ദേശിക്കുന്നു. അപ്പോ ഈ സുഗന്ധം വ്യാപിക്കുന്ന സ്വഭാവമുള്ളതാണ് സുഗന്ധത്തിൽ. അത് വ്യാപ്നോതി ഇത് വിഷ്ണു എന്ന് പറയും. വ്യാപിക്കുന്ന സ്വഭാവമുള്ളതാണ് വിഷ്ണു എന്ന് പറയും. വിഷ്ണു രൂപിണി എന്ന് പറയുന്ന ദേവി. ഈ ആത്മീയ ഊർജവും ഇതുപോലെ വ്യാപിക്കുന്ന സ്വഭാവമുള്ളതാണ്. അപ്പൊ ത്രിപുരസുന്ദരി എന്ന് പറയുന്ന ഒരു ചൈതന്യം ഒരാളിൽ ഉണർന്നാൽ ആ വ്യക്തിയുടെ ശരീരത്തിനും സുഗന്ധം ഉണ്ടാവും എന്നാണ് പറയുന്നത്. കോഴിക്കോട് അച്ചാറ് ബാബ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ദിവസം ഇവിടുന്ന് അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. റോഡ് സൈഡിലിരിക്കുന്ന, അങ്ങനെ വിളിക്കുന്ന പുള്ളിയുടെ പേരറിയില്ല, ചിരിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ. അവിടെ കുറേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ അത് കണ്ടിട്ടുണ്ടോ? കോഴിക്കോട് ബാലുശ്ശേരിയാണോ അവിടെ അങ്ങോട്ട് എവിടെയോ ആണ് ഇദ്ദേഹം അവിടെ ഇങ്ങനെ ഒരു കടത്തിണ്ണയുടെ അവിടെ ഇരിക്കുമായിരുന്നു. അതിന്റെ ഇപ്പുറത്ത് ഇഷ്ടം പോലെ ചവറ് കൂനയാണ്. ഇദ്ദേഹം ഇങ്ങനെ അവധൂതനാണ്, ചിരിച്ചുകൊണ്ടിരിക്കും, തറയിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. വേറെ എവിടെങ്കിലും ആണെങ്കിൽ ഏതെങ്കിലും സാധാരണ ഭ്രാന്തന്മാരാണ് ഏരിയയിൽ അടുക്കാൻ പറ്റത്തില്ല. അതുപോലെ വൃത്തികേടാണ് ആ സൈഡിൽ. ലോകത്തുള്ള എല്ലാ വൃത്തികേടും അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ പോയി കുറെ നേരം ചുമ്മാ ഇരുന്നിട്ട് വന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ടിങ്ങനെ പ്രസന്റിൽ കുട്ടികളുടെ കൂട്ടിരിക്കുന്ന ഒരു അവധൂതനാണ്. ചുമ്മാ കുറെ നേരം അവിടെ ഇരിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായി. അവിടെ പോയി ഇരുന്നു. അത് മതി. അവിടുന്ന് ആ എനർജി ട്യൂൺ ചെയ്യുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം. ഒന്ന് സംസാരിക്കുക എന്നുള്ള, ആരോടും സംസാരിക്കത്തില്ല. പക്ഷെ അവിടെ എങ്ങും ഒരു ശകലം ദുർഗന്ധമില്ലെന്ന് മാത്രമല്ല, എന്തോ ഒരു സുഗന്ധം അവിടെ ഉണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ അറിയത്തില്ല, നല്ലൊരു സുഗന്ധം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതാണ് ആ ഫ്രീക്വൻസിയുടെ പ്രത്യേകത, ഈശ്വരന്റെ ഫ്രീക്വൻസിയുടെ പ്രത്യേകത. ആ കണക്ഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു ദിവസം മരിച്ചു പോകാനുള്ള ദുർഗന്ധം അറിയുന്ന നമ്മുടെ ശരീരത്തെ സുഗന്ധപൂരിതമാക്കി നിലനിർത്തുന്നത് അല്ലെ ആരാണ്? ദേവിയുടെ ചൈതന്യം തന്നെയാണ് അല്ലെ. ഒരുപാട് സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരുകം ഇവ ബന്ധനാൽ മൃത്യോർ മുക്ഷിയെ മാമതാൽ. മൃത്യുഞ്ജയ മന്ത്രം ത്രയംബക മന്ത്രത്തിന്റെ ഭാഗമാണ് അല്ലെ. ത്രയംബകേ ജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം. സുഗന്ധം ഉണ്ടെങ്കിൽ പുഷ്ടി ആരോഗ്യമൊക്കെ വർദ്ധിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സുഗന്ധത്തിലൂടെയാണ് പോസിറ്റീവ് പ്രാണനുള്ളിൽ കയറുന്നത്. പോസിറ്റീവ് പ്രാണനുള്ളിൽ നിൽക്കുമ്പോൾ മാത്രമേ ബാധകൾ നമ്മളിലേക്ക് ആവേശിക്കാതിരിക്കത്തുള്ളൂ. ബാധകൾ ആവേശിക്കാതിരുന്നെങ്കിലേ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും എന്ന് ഉറപ്പായിട്ട് പറയാം. ഒരുപാട് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. മെഡിക്കൽ ഹിസ്റ്ററിയിൽ, മെഡിക്കൽ സിസ്റ്റത്തിൽ തള്ളിയ ഒരുപാട് കേസുകൾ വിത്ത് റിപ്പോർട്ട്, വിത്ത് എവിഡൻസ്, ദേവിയുടെ ശക്തി കൊണ്ട് മാറി വളരെ ഹെൽത്തി ആയിട്ട് അവർ ജീവിച്ചിരിക്കുന്നു, നല്ല രീതിയിൽ പോകുന്നു. എല്ലാ ടൈപ്പ് അസുഖങ്ങൾ, ക്യാൻസർ വരെ ഉണ്ട്, മാറി ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലെത്തുന്നു. മറ്റേ ലക്ഷക്കണക്കിന് രൂപ മരുന്നിനും അതിനും ചെലവാക്കി ട്രീറ്റ്മെന്റ്, എല്ലിന്ന് മജ്ജേന്ന് ഇത് കുത്തിയെടുത്ത് തന്നെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തിട്ടൊക്കെ മാറാത്ത കേസുകൾ നമ്മുടെ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉൾപ്പെടെ മാറിയ എവിഡൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ദേവിക്ക് അതിൽ സാധിക്കുന്നത് പ്രാണനെ സുഗന്ധത്തിലൂടെ, ശ്വാസത്തിലൂടെ പ്രാണനെ പോസിറ്റീവായിട്ട് അകത്തേക്ക് പ്രാണൻ കയറിയിട്ട് തന്നെയാണ്. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്താൽ മതി. നേരെ ചെന്നിട്ട് ഏറ്റവും നല്ല സെന്റ്, നല്ല സ്പ്രേ എടുത്തിട്ട് മണപ്പിച്ചോണ്ടിരുന്ന് നോക്കിയ കുറച്ചു നേരം ഫ്രീക്വൻസി ഷിഫ്റ്റ് ആവും. പിന്നെ നമ്മൾ പറയും ചിലപ്പോൾ ദേവിയായിട്ട് ചിലപ്പോൾ കണക്ഷൻ കിട്ടുന്നില്ല. നിങ്ങൾ ഈ ഈ സ്പ്രേ എടുത്തിട്ട് കുറെ നേരം മണപ്പിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് വീണ്ടും ഒരു കുറച്ചു നേരം ജപിക്കാവുന്നുണ്ടെങ്കിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും. വീണ്ടും റീകണക്ട് ചെയ്യാൻ പറ്റും ഫാസ്റ്റായിട്ട്. അത് അഷ്ടഗന്ധമാണ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളൂ. ഇതെല്ലാം പ്രായോഗികമാണ്, ഇതൊന്നും തിയറി അല്ല. അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. ലളിതാസഹസ്രനാമം പ്രായോഗികമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ്. അത് അറിഞ്ഞു മനസ്സിലാക്കി ഉപാസിച്ചാൽ. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ ഇതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേവി ഉപാസന ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ അത്ഭുതകരമായ മാറ്റം പ്രാണനിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രാണമയ കോശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പഞ്ചകോശത്തിലൂടെ ലളിതാ സഹസ്രനാമം പഠിക്കണമെന്ന് പറയുന്നത്.
അപ്പൊ കുണ്ടലിനി പ്രാണൻ കറക്റ്റായി റൺ ചെയ്യുന്നു. അതാണ് പഞ്ചകോശ കുണ്ടലിനി വ്യാഖ്യാനം നമ്മൾ പറയാൻ കാരണം. ദേവിയുടെ എല്ലാ അനുഗ്രഹവും ഇവിടെ കൂടിയ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്ക് ജപത്തിലേക്ക് കടക്കാം. ശ്രീമാത്രേ നമഃ. ശ്രീരാംബികായ നമഃ. അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞാട്ടെ. പ്രിയ സജ്ജനങ്ങളെ, പ്രിയ സാധകരെ, മാർച്ച് 15-നാണ് ചൊവ്വ മഹാദേവ ശിവക്ഷേത്രത്തിൽ വെച്ചിട്ട് നമ്മുടെ ആചാര്യനുമായുള്ള വളരെ മനോഹരമായ ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. പുതുതായിട്ട് ദീക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ നമുക്ക് അവിടെ വെച്ചിട്ട് നാമജപമുണ്ട്, ലളിതാ സഹസ്രനാമ ജപമുണ്ട്, അതുപോലെ തന്നെ ഭജനയുണ്ട്, അതുപോലെ തന്നെ പുതുതായിട്ട് ദീക്ഷ എടുക്കാൻ പറ്റുന്നവർക്ക് ദീക്ഷ എടുക്കാം, ആചാര്യന്റെ പ്രഭാഷണമുണ്ട്, എല്ലാം കേൾക്കാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: 10-ാം തീയതിക്ക് മുൻപായിട്ട് എല്ലാവരും ഒന്ന് പേര് നൽകിക്കൊണ്ട് രജിസ്ട്രേഷൻ ഒന്ന് പൂർത്തീകരിക്കണം. അതിന് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ നമ്പറിലോ അല്ല ആചാര്യന്റെ കയ്യിലേക്കോ നമ്പർ കൊടുത്താൽ മാത്രം മതി. ആ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. രജിസ്ട്രേഷൻ മസ്റ്റ് ആണ്. കാരണം എന്നാൽ മാത്രം നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാനുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീമാത്രേ നമഃ. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും നേരത്തെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക. വിജയകരമായ നടത്തിപ്പിന് വേണ്ടി ശ്രീമാത്രേ നമഃ. ദേവി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ജപത്തിലേക്ക് കടക്കാം. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം. ഓം ശ്രീ ലളിതാംബാ ഗുരുപാദുകം പൂജയാമി തർപ്പയാമി നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാ ഋഷ്യ അനുഷ്ഠുച്ഛന്ത ശ്രീ ലളിതാ പരമേശ്വരീ ദേവതാ ശ്രീമദ് വാഗ്ഭവകൂടേതി ബീജം മധ്യകൂടേതി ശക്തി ശക്തികൂടേതി കീലകം മൂലപ്രകൃതിരിതി ധ്യാനം ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരീ പ്രസാദ സിദ്ധിദ്വാരാ സകല ചിന്തിത ഫലാവാപ്ത്യർത്ഥേ ജപേ വിനിയോഗ. സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരം സ്മിതമുഖീമാപീനവക്ഷോരുഹം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികം. ധ്യായേത് പദ്മാസനസ്ഥം വികസിതവദനം പത്മപത്രായതാക്ഷിം ഹേമാഭാം പീതവസ്ത്രം കരകലിതലസദ്ധേമ പത്മാംബരാംഗിം സർവാലങ്കാരയുക്തം സതതമഭേദം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതം സർവസമ്പത്പ്രദാത്രിം സകുങ്കുമവിലേപനാമളികചുംബികസ്ഫൂരികം സമന്തഹസിതേക്ഷണം സശരചാപപാശാങ്കുശം അശേഷജനമോഹിനീമരുണമാല്യഭൂഷാംബരം ജപാകുസ്മഭാസുരം ജപവിധൗ സ്മരേദംബികം. അരുണാം കരുണാതരംഗിതാക്ഷിം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനിം. ഓം ശ്രീമാത്രേ നമഃ. മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂതാ ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭാ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്തച ഗുരുവിന്ദ മണിശ്രേണി കനക്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളിതസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക മദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്രലക്ഷ്മി പരീവാഹ ജലം നീനാഭലോചന നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത
താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തപനോപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവി കപോല ഭൂഃ ശ്രീ വിദ്യാപുരാകാര ദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂര വേദികാമോദ സമാകർഷ ദിഗന്ധര നിജസല്ലാപ മാധുര്യ വിനിർഭക്ഷിത കച്ഛഭീം മന്ദസ്മിത പ്രഭാപൂര മജ്ജത്താമേശ മാനസ അനാകലിത സാദൃശ്യ ചിബുകശ്രീ വിരാജിത കാമേശബദ്ധ മാംഗല്യ സുപ്രശോഭിത കന്ധര കനകാംഗത കേയൂര കമനീയ ഭുജാന്വിതാം രത്നഗ്രൈവേയ ചിത്താംഗീശ്വര മണി സ്തനഭാരദളന്മധ്യ പട്ടബന്ധ വലിത്രയാദാമഭൂഷിതാം കാമേശജ്ഞാത സൗഭാഗ്യ മാർഗവോദ്വയാന്വിതാരജാനുദ്വയ വിരാജിതാം ഹരഗുണാഭജംഗിത ഗൂഢഗുൽഫാ കൂർമ്മപൃഷ്ട ജയിഷ്ണു പ്രപദാന്വിത നഖഭീതി സംഛന്ന നമജ്ജന തമോഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജ മരാളി മന്ദഗമന മഹാലാവണ്യ ശേവതി സർവജ്ഞാനവദ്യാംഗീ സർവാഭരണ ഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവാ സ്വാധീന വല്ലഭ സുമേരുമധ്യ പത്മാടവീ സംസ്ഥാ കദംബ വനവാസിനി ജ്വാലാമാലിനി കാക്ഷിപ്ത സൈന്യപരാക്രമാടോപീക്ഷണ സമുദ്രഭണ്ഡപുത്രവധോദ്യുക്ത ബാലാ വിക്രമ നന്ദിതാം മന്ത്രിണ്യം ആലോക കൽപ്പിത ശ്രീ ഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണി കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപദാസ്ത്രാഗ്നി നിർദഗ്ധ സുരസൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്കൃത വൈഭവ ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവനൌഷധി ശ്രീമദ്വാഗ്ഭവ കൂടൈക സ്വരൂപ മുഖപങ്കജാം കണ്ഠാത കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തികൂടൈകതാപന്ന കട്യതോപാകധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേബരാ കുളാമൃതൈകരസിക കുളസങ്കേത പാലിനി കുലാംഗന കുലാന്തസ്ഥ കൗളിനി കുളയോഗിനി അകുളാ സമയാന്തസ്ഥ സമയാചാര തൽപരാ മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി കടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാസക്തി കുണ്ടലിനി വിസതന്തു തനീയസീം ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി
ഭക്തിപ്രിയാ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സാക്ഷി ശരച്ചന്ദ്ര നിഭാനന ശാതോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപക്വ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിർ നിരീശ്വര നീരാകാരാഗമഥന നിർമ്മത മതനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിസംശയ സംശയഗ്നി നിർഭവ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനാശ മൃത്യുമദനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീലചിഗുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദൂര ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധിക വർജിത സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി മൃഗപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർ മഹാരഥി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുര സുന്ദരി ചതുഷ്ഷഷ്ടി ബജാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യത ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്ര കലാധര ചരാചര ജഗന്നാഥ ചക്രരാജ നികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയി പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി ധ്യാനധ്യാകൃധ്യേരൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരിണി സ്വപന്തി തൈജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരീ സദാശിവാനുഗ്രഹക പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരീ ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ് ആ ബ്രഹ്മകീടജനനി വർണ്ണാശ്രമ വിധായിനി നിജാജ്ഞാരൂപനിഗമ പുണ്യാപുണ്യ ഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരീ കൃതപാദാബ്ജ ധൂളിക സകലാഗമ സന്തോഹ ശുക്തി സമ്പുട മൗക്തിക പുരുഷാർത്ഥ പ്രദാപൂർണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയ വർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജീവലോചന രഞ്ജിനി രമണീരസ്യ രണക്കിങ്കിണി മേഖല രമാരാഗേന്ദുവദന രതിരൂപ രതിപ്രിയ രക്ഷാകരി രാക്ഷസഗ്നി രാമാരമണലംബട കാമ്യ കാമകലാരൂപ കദംബ പുഷ്പപ്രിയ കല്യാണി ജഗദീകന്ത കരുണാരസ സാഗര കലാവതി കലാലാഭ കാന്താകാദംബരീ പ്രിയ വരദ വാമനയന വാരുണീ മദവിക്വല വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞ പാലിനി ക്ഷേവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയ വിമലാവന്ധ്യ വന്ദാരുജന വത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡല വാസിനി
ഭക്തിമത്കൽപലതിക പശുപാശ വിമോചിനി സംഹൃതാശേഷ പാഷണ്ഡ സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക കരുണീ താപസാരാധ്യ തനുമധ്യ തമോപഹ ചിതിസ്തൽപദ ലക്ഷ്യാർത്ഥ ചിതേകര സ്വരൂപിണി സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാപ്രത്യച്ചിതീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസ ഹംസിക കാമേശ്വര പ്രാണനാടി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജയാജാലന്ധരസ്ഥിത ഊദ്യാണപീഠ നിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗ ദേവതായുക്ത ഷാഡ്ഗുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യ ഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്താവ്യക്ത സ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാ വിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി തമോഭേദ ഭാനുമദ്ഭാനു സന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവമൂർത്തി ശിവപ്രിയ ശിവവര ശിഷ്ടേഷ്ട ശിഷ്ട പൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര ചിച്ഛക്തിശ്ചേതനാരൂപ ജഡശക്തിർജഡാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത തത്വാസന തത്വമയീ പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യ യൗവന മതശാലിനി മതപൂർണിത രക്താക്ഷി മതപാടല ഖണ്ഡഭൂ ചന്ദനദ്രവ വിഘ്നാംഗി ചാമ്പേയ കുസുമപ്രിയ കുശലാ കോമളാകാര കുരുകുല്ല കുലേശ്വരി കുളകുണ്ടാലയ കൗള മാർഗ തൽപര സേവിത കുമാരഗണനാഥാംബ പുഷ്ടീർഹൃതി ശാന്തി സ്വസ്തിമതി കാന്തനന്ദിനി വിഘ്നനാശിനി തേജോവതി ലോലാക്ഷി കാമരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധി ചക്ര നിലയ രക്തവർണ ത്രിലോചന ഖഡ്വാംഗാദി പ്രഹരണ വദനൈക സമന്വിത പായസാന്ന പ്രിയാതസ്ഥ പശുലോക ഭയങ്കരി അമൃതാദി മഹാശക്തി സമ്പ്രദാടാകിനീശ്വരി അനാഹതാബ്ജ നിലയ ശ്യാമാഭാവദനദ്വയ ദംശ്രോജ്വല ക്ഷമാലാദിധരാരുധിര സംസ്ഥിത കാളരാത്രിയാദിശക്തിൗഘവൃതാശ്നിഗ്ധൗ ധനപ്രിയ മഹാവീരേന്ദ്ര വരദ രാഗിണ്യംബാസ്വരൂപിണി മണിപൂരാബ്ജ നിലയ വദനത്രയ സംയുത വജ്രാധികായുധോപേത ഡാമര്യാദിവിരാവൃത രക്തവർണ മാംസനിഷ്ഠ ഗുഡാന്നപ്രീത മാനസ സമസ്ത ഭക്ത സുഖദാ ലാഗിന്യംബാസ്വരൂപിണി സ്വാധിഷ്ഠാനാം ഭുജഗത ചതുർവക്ത്ര മനോഹര ശൂലാദ്യായുധ സമ്പന്ന പീതവർണ വിഗർവിത മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദി സമന്വിത ദധ്യന്നാസക്തഹൃദയ കാകിനീ രൂപധാരിണി മൂലാധാരാം ഭുജാരൂഢ പഞ്ചവക്രാസ്തി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാദി നിഷേവിത മുദ്ഗൗദന സക്തചിത്ത സാകിന്യംബാസ്വരൂപിണി ആജ്ഞാചക്രാബ്ജ നിലയ ശുക്ലവർണ ഷടാനന മജ്ജാസംസ്ഥ ഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാനൈകരസിക ഹാകിനീ രൂപധാരിണി സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവായുധധരാ ശുക്ല സംസ്ഥിത സർവതോമുഖി സർവൗദന പ്രീതചിത്ത യാഗിന്യംബാസ്വരൂപിണി സ്വാഹാ സ്വധാമതിർമേധാ ശ്രുതിസ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമജാർച്ചിത ബന്ധമോചിനി ബർബരാളക വിമർശരൂപിണി വിദ്യാവ്യതാദി ജഗൽപ്രസൂഹ സർവവ്യാധി പ്രശമനി സർവമൃത്യു നിവാരിണി അഗ്രഗണ്യ ചിന്യരൂപ കലികൽമഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത
താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭാ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃദാനി മിത്രരൂപിണി നിത്യതൃപ്താ ഭക്തനിധിർ നിയന്ത്രി നിഖിലേശ്വരി മൈത്ര്യാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘന രൂപിണി മാധീപാനാലസാമത്ത മാതൃകാവർണരൂപിണി മഹാകൈലാസ നിലയ മൃണാള മൃദുദോർലത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരീ വിദ്യ ത്രികൂടാ കാമകോടിക കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ഫാലസ്തേന്ദ്ര ധനുപ്രഭ ഹൃദയസ്ഥാ രവിപ്രഖ്യ ത്രികോണാന്തര ദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി ധരാന്തോളിത ദീർഘാക്ഷി ദർഹാസോ ജ്വലന്മുഖി ഗുരുമൂർത്തിർ ഗുണനിധിർ ഗോമാതാ ഗുഹ ജന്മഭൂഃ ദേവേശി ദണ്ഡനീതിസ്ഥാ ദഹരാകാശരൂപിണീ പ്രതിപന്മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തി രമേയാത്മാ പരമാ പാവനാകൃതി അനേകകോടി ബ്രഹ്മാണ്ഡ ജനനീ ദിവ്യ വിഗ്രഹ ക്ലീങ്കാരി കേവലാഗുഹ്യ കൈവല്യപദദായിനി ത്രിപുര ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തി സ്ത്രിതശേശ്വരീ പ്രക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂരതില കാഞ്ചിത ഉമാശൈലേന്ദ്ര തനയാ ഗൗരീ ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദാ വാഗധീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനദാജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാർച്ചിതാലീല ക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രീ വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദസദ്രൂപധാരിണി അഷ്ടമൂർത്തി രജാ ചൈത്രി ലോകയാത്രാ വിധായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈതാദ്വൈത വർജിത അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവാഭാവ വിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭന സുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജകൃപ രാജപീഠ നിവേശിത നിജാശ്രിത രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗ ബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധാസാഗര മേഖല വീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദ രൂപിണി ദേശകാല പരിച്ഛിന്ന സർവകാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവ പതിവ്രത സമ്പ്രദായേശ്വരി സ്വാധി ഗുരുമണ്ഡല രൂപിണി കുളോത്തീർണ ഭഗാരാധ്യ മായാ മധുമതിമഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തി രൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാന പ്രദായിനി ചിത്തലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യ നടേശ്വരി മിഥ്യാ ജഗദധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയ ലേഖരി ലജ്ജാരംഭാതിവന്ദിത ഭവതാ വസുധാ വൃഷ്ടി പാപാരണ്യതവാനല ദൗർഭാഗ്യതൂലവാതൂല ജരാധ്വാന്തര വിപ്രഭാം ഭാഗ്യാബ്ധി ചന്ദ്രികാ ഭക്ത ചിത്തകേകി ഘനാഘന രോഗപർവത ദംഭോളിർ മൃത്യുദാരു കുഠാരികാം മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുര നിഷൂദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗധാത്രി സുഭഗ ത്രംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗദ ശുദ്ധ ജപാ പുഷ്പനിഭാകൃതി ഓജോവതി ദ്വിതര യജ്ഞരൂപ പ്രിയവ്രത ദുരാരാധ്യ ദുരാധർഷ പാടലി കുസുമപ്രിയ മഹതി മേരുനിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണദാ പ്രാണരൂപിണി
മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണീന്യസ്തരാജ്യദൂ ത്രിപുരേശി ജയത്സേന നിസ്ത്രൈഗുണ്യ പരാപരാ സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കപർദിനി കലാമാല കാമധു കാമരൂപിണി കലാവിധി കാവ്യകലാ രസജ്ഞ രസശേവധി പുഷ്ടാപുരാതനാ പൂജ്യ പുഷ്കരാ പുഷ്കരേക്ഷണ പരം ജ്യോതി പരംധാമ പരമാണു പരാപരാ പാശഹസ്ത പാശഹന്ത്രി പരമന്ത്ര വിഭേദിനി മൂർത്താമൂർത്ത നിത്യതൃപ്ത മുനിമാനസ ഹംസിക സത്യവ്രത സത്യരൂപ സർവാന്തര്യാമിനി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപ ബുധാർച്ചിത പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശൽപീഠരൂപിണി വിശൃംഖല വിവിക്തസ്ഥ വീരമാതാ വിയൽപ്രസൂഹ മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞ ഭവരോഗഗ്നി ഭവചക്ര പ്രവർത്തിനി ചന്ദ്രസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരീ ഉദാരകീർത്തിരുദ്ധാമ വൈഭവാവർണരൂപിണി ജന്മമൃത്യു ജരാതത്വ ജനവിശ്രാന്തിദായിനി സർവോപനിഷദുൽകൃഷ്ട ശാന്ത്യതീത കലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിതാ ഗാനലോലുക കൽപ്പനാരഹിതാകാഷ്ഠാ കാന്താകാന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനൽ കനക താടങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുഗ്ധാക്ഷിപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗ നിലയ ത്രിസ്ഥാ ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാരാമ സുധാശ്രുതി സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്തി യജമാന സ്വരൂപിണി ധർമാധാര ധനാധ്യക്ഷ ധനധാന്യ വിവർധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിര്യോനി നിലയ കൂടസ്ഥാകുളരൂപിണി വീരഗോഷ്ഠി പ്രിയ വീര നൈഷ്കർമ്മ്യാനാഥരൂപിണി വിജ്ഞാന കലനാകല്യ വിദഗ്ധ ബൈന്ദവാസന തത്വാധിക തത്വമയീ തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാപസവ്യ മാർഗസ്ഥ സർവാപദ്വി നിവാരിണി സ്വസ്ഥ സ്വഭാവ മധുര ധീരാധീര സമർച്ചിത ചൈതന്യാർക്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാദുഷ്ട തരുണാദിത്യ പാടല ദക്ഷിണ ദക്ഷിണാരാധ്യ ധരസ്മേര മുഖാംബുജ കൗലിനി കേവലാനർഘ്യ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്കൃത വൈഭവ മനസ്വിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിനി പ്രഗൽഭ പരമോദാര പരാമോദ മനോമയീ വ്യോമകേശി വിമാനസ്ഥ വജ്രണി വാമകേശ്വരി പഞ്ചയജ്ഞ പ്രിയ പഞ്ചപ്രേത മഞ്ചാധിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതേശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി ധരാധര സുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധൂക കുസുമപ്രഖ്യ ബാലാലീല വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി സുവാസിന്യർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുരാശ്രീ വശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഘാദ്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥ പ്രദായിനി അഭ്യാസാതിശയജ്ഞാത ഷഡധ്വാതീത രൂപിണി അവ്യാജ കരുണാമൂർത്തിരജ്ഞാനധ്വാന്ത ദീപിക ആബാല ഗോപവിദിത സർവാനുലംഘ്യ ശാസന ശ്രീചക്ര രാജനിലയ ശ്രീമത് ത്രിപുര സുന്ദരി ശ്രീ ശിവ ശിവശക്തിൈക്യ രൂപിണി ലളിതാംബിക ഏവം ശ്രീ ലളിതാ ദേവ്യാ നാംനാം സാഹസ്രകം ജഗു ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം സമ്പൂർണം ശ്രീ മഹാദേവി നമഃ. ദേവതാ ഋഷ്യ അനുഷ്ഠന്ത ശ്രീ ലളിതാ പരമേശ്വരി ദേവതാ. ഓം
കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേധൽ ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.